ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. ഇപ്പോൾ നിഫ്റ്റിയിൽ ഇവിടെ ഒരു കോൾ ഓപ്ഷനിൽ ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കി നോക്കാം എൻട്രി കിട്ടാനുള്ള സ്ട്രൈക്ക്. ഇത് ഇന്നലെ സെലക്ട് ചെയ്ത് വെച്ച സ്ട്രൈക്കാണ് 24,700 ഉണ്ട്. അതിൻ്റെ പ്രീമിയം 1000 സംതിങ് ഒക്കെ പോയിട്ടുണ്ട്. ഇന്ന് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2.85% അപ്പാണ്. സോ ഹ്യൂജ് ഗ്യാപ്പപ്പാണ്. അതിൽ കണ്ടാൽ മനസ്സിലാവും ഇവിടുന്ന് ഹ്യൂജ് ഗ്യാപ്പപ്പ് പറഞ്ഞാൽ അത്രയും വലിയ ഒരു ഗ്യാപ്പപ്പാണ് ഇന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സ്ട്രൈക്കിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ATM അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ATM നോക്കുകയാണെങ്കിൽ 25 ഇന്നിപ്പോൾ ഇതാണല്ലോ എക്സ്പയറി ഡേ ആണല്ലോ. അപ്പോൾ കുറച്ചും താഴേക്കുള്ള ഒരു 25,750 നോക്കാം നമുക്ക്. 25 ഇന്നലെ സെലക്ട് വെച്ച് 24,700 ആണ്. 24,700 1050 സ്ട്രൈക്കൊക്കെ അപ്പുറത്തുള്ള സ്ട്രൈക്കാണ്. 1050 പോയിൻ്റ് അപ്പുറത്തുള്ള സ്ട്രൈക്കാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. അത്രയും ഹ്യൂജ് ഡിഫറൻസ് ആണ് വന്ന മാർക്കറ്റിൽ. ഓക്കെ, എന്തായാലും സ്ട്രൈക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഡേലോ ടാപ്പ് ചെയ്യുന്നുണ്ട്. ഡേലോ നിഫ്റ്റീൻ്റെ സ്പോട്ടിലും ടാപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത പ്രീമിയത്തിലും ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് മേലേക്ക് എൻട്രി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ ഇപ്പോൾ സമയം 9:29 ആയിട്ടുള്ളൂ. 9:30 ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ കംപ്ലീറ്റ് ആവും. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ലോ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു പ്രോബിലിറ്റി കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമായിരിക്കും നല്ലത്. അങ്ങനെ നോക്കി നോക്കാം നമുക്ക്. എന്തായാലും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഡേലോ ടാപ്പ് ചെയ്തിട്ടുണ്ട്, ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഹ്യൂജ് മൊമെൻ്റ് ഉള്ള ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 50 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി ഒന്നും എടുക്കേണ്ട ആവശ്യം വരില്ല. ഏതെങ്കിലും ഒരു ചെറിയ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ അതിന് പോകുമ്പോൾ അതിനാവശ്യമുള്ള ലിക്വിഡിറ്റി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരൊറ്റ പോക്കം അങ്ങോട്ട് പോകും. സോ നമുക്കെന്തായാലും നമ്മുടെ സെറ്റ് പ്രകാരം പ്രോപ്പറായിട്ടുള്ള സാധനം വരുമ്പം എൻട്രി എടുക്കാം. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ കംപ്ലീറ്റ് അതിൻ്റെ ലോ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് മറ്റേ ഓർഡർ വിൻഡോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. 25,750 കോൾ ഓപ്ഷൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അതിൽ ബൈ കൊടുക്കാം. ക്വാണ്ടിറ്റി 390, 6 ലോട്ടാണ്. സോ 390 ക്വാണ്ടിറ്റി. അതിൽ കവർ ഓർഡർ സ്റ്റോപ്പ് ലോസ് 6 പോയിൻ്റ് കൊടുക്കാം. മാർക്കറ്റ് ഓർഡർ ഓക്കെ, എല്ലാ കാര്യങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഓർഡർ വിൻഡോ ഇനി ജസ്റ്റ് ഒരു എൻട്രി എടുക്കാൻ മാത്രമേ ഉള്ളൂ. സോ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. കാരണം നിഫ്റ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു ഡേലോ ഉണ്ടാക്കി അത് ടാപ്പ് ചെയ്ത് അതിനുശേഷം ഫസ്റ്റ് 50 മിനിറ്റ് ക്യാൻഡിൽ കംപ്ലീറ്റ് ആയി. ഈ ഒരു 29 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് 30ാമത്തെ തൊട്ടടുത്ത 50 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഫസ്റ്റ് 1 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ആ ക്യാൻഡിലിൻ്റെ ലോയും ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ മൊമെൻറ്റോ നോക്കുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെയും കോൾ ഓപ്ഷൻ്റെയും മൊമെൻറ്റോ കമ്പയർ ചെയ്യുമ്പോൾ കോൾ ഓപ്ഷനിൽ തന്നെയാണ് മൊമെൻറ്റം കാണുന്നത്. പുട്ട് ഓപ്ഷനിൽ വലിയൊരു ഇതൊന്നും കാണുന്നില്ല. സോ മേലേക്ക് പോകാൻ തന്നെയാണ് ഹയർ ചാൻസസ് ഓഫ് പ്രോബബിലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് മേലേക്ക് തന്നെയാണ് നമ്മൾ എൻട്രി നോക്കുന്നത്. മേലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഫുൾ സെറ്റാണ്. ഇനി വേണ്ടത് 1 മിനിറ്റിൽ പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി കിട്ടണം. എൻട്രി കിട്ടിയാൽ ഉടനെ നമുക്ക് എടുക്കാം. നമ്മുടെ പ്രീമിയത്തിൽ അത്യാവശ്യം നല്ല DK ഒക്കെ കാണുന്നുണ്ട്. എക്സ്പയറി ഡേ ഒക്കെ ആണല്ലോ, അതുകൊണ്ട് അത്യാവശ്യം DK ഉണ്ട് കോൾ ഓപ്ഷനിൽ. കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും കമ്പയർ ചെയ്യുന്ന സമയത്ത് കോൾ ഓപ്ഷനിൽ കുറവ് DKയും പുട്ട് ഓപ്ഷനിൽ കുറച്ചധികം DKയും ഉണ്ട്. അതുകൊണ്ടാണ് മേലേക്കുള്ള എൻട്രിനെ നോക്കാവുന്നത്. പക്ഷേ കമ്പയർ ചെയ്യാതെ കോൾ ഓപ്ഷൻ മാത്രമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള DK തന്നെ ഉണ്ട്. കാരണം ചെറിയ രീതിയിൽ ഡേലോ ഒക്കെ എടുത്ത് നിഫ്റ്റി മെല്ലെ മെല്ലെ താഴേക്ക് വരുമ്പോഴേക്കും കോൾ ഓപ്ഷൻ ഇങ്ങനെ മെൽറ്റായിട്ട് താഴേക്ക് വരുന്നുണ്ട്. അത്രയും നല്ല DK ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഏതായാലും നല്ലൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ മേലേക്ക് കൺസിഡർ ചെയ്യാം. നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഫസ്റ്റ് ഇത് 9:30 വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇത്ര നേരമായിട്ട് എൻട്രി കിട്ടിയില്ല. എന്തായാലും കുറച്ചും കൂടെ നോക്കി നോക്കാം. നല്ല എൻട്രി വരുന്ന സമയത്ത് ഈ DKയിൽ ചെറിയ വ്യത്യാസം കൂടെ വരാൻ നോക്കി നോക്കാം. DKയിൽ ചെറിയ വ്യത്യാസം കൂടെ വരുന്ന സമയത്ത് നമുക്ക് എൻട്രി നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത എൻട്രി വരുന്നുണ്ട് നിഫ്റ്റിയിൽ. സമയം ഒരുപാടായിട്ടുണ്ട്, 11:15 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ആ എൻട്രീൻ്റെ ഒരു കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നത്. ഇവിടെ നോക്കിയാൽ കാണുന്നത് ഒരു എൻട്രി എടുത്തില്ല. 25,750 കോൾ ഓപ്ഷൻ നമ്മൾ രാവിലെ സെറ്റ് വെച്ചാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഒന്നും കൂടെ താഴേക്ക് വരികയാണെങ്കിൽ എൻട്രി എടുക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, DKയും പ്രീമിയത്തിൻ്റെ ഇതൊക്കെ, അതൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു 6 പോയിൻ്റ് SL വെച്ചിട്ട് ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയിട്ടുണ്ട്. രാവിലത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചൊന്ന് സ്റ്റേബിളായി വന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എൻട്രി എടുക്കും. ഒന്നും കൂടെ താഴേക്ക് വരെ നോക്കി നോക്കാം. വരികയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മൾ 9 മണിക്ക് നോക്കാമല്ലോ. നമുക്ക് എൻട്രി എടുക്കാം. ഏതായാലും ഈ ഏരിയയിൽ നിന്ന് താഴേക്ക് വരെ വെയിറ്റ് ചെയ്യണ്ട, അവിടെ നിന്ന് തന്നെ എൻട്രി എടുക്കാം.
ഓക്കെ, നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട്. എൻട്രി പ്രൈസ് നോക്കുകയാണെങ്കിൽ 94 നമുക്ക് എൻട്രി കിട്ടിയത്. 94 എന്ന് പറയുമ്പം 93. ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി കിട്ടിയത്. SL 6 പോയിൻറ്റ്, ടാർഗറ്റ് 30 പോയിൻറ്റ്. ഇതിൽ വെറുതെ വെക്കാതാണ്. 30 പോയിൻറ്റ് ആയി കഴിഞ്ഞാൽ 1:5 ആവും. നമുക്ക് ടാർഗറ്റ് ഇതിൽ നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാം. നിഫ്റ്റി തൊട്ടടുത്തൊരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ മേലെ തന്നെ വേറൊരു സെഷൻ ഡിസ്ക് അതിൻ്റെ വേറൊരു ലാപ്പിലും കൂടെ അത് ഓണാക്കിനി ചാർട്ട് സുഖമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അത് ഓഫാക്കിയാലേ ഇത് കിട്ടുള്ളൂണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രേഡ് നമ്മൾ രാവിലെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു ട്രേഡാണ് ഇപ്പോൾ എടുത്തത്. ഇതിൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ലോ ഇവിടെ ടാപ്പ് ചെയ്ത് വീണ്ടും അതിൻ്റെ ലോ ടാപ്പ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കിയിരിക്കണം. 9:30 ഒക്കെ ടൈമിൽ അവിടുന്ന് ഇത്രയും നേരം കളിപ്പിച്ച് 11:15 ഇപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്ക് കിട്ടിയത്. ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ട്രേഡ് കിട്ടിയത്. പക്ഷേ എന്നിട്ട് എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. എന്ന് ചിലപ്പോൾ SL അടിക്കുക, ചിലപ്പോൾ ടാർഗറ്റ് അടിക്കുക, ഹ്യൂജ് മൊമെൻറ്റം വരാം, പെട്ടെന്ന് തന്നെ SL അടിക്കുക, കുറേ കളിപ്പിച്ച് SL അടിക്കുക, എന്ത് വേണം സംഭവിക്കുക. പക്ഷേ ട്രേഡ് കിട്ടാൻ ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യലാണ്. ടാർഗറ്റ് തൊട്ടടുത്ത് ലിക്വിഡിറ്റി തന്നെ വെക്കുക. തൊട്ടടുത്ത് 2 ഉണ്ട്. രണ്ടോട് ഒരുമിച്ച് ചിലപ്പോൾ ടാപ്പ് ചെയ്യാം. എൻ്റെ എടുക്കാനുള്ള റീസൺ ഇവിടെ ഒരു ചെറിയ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് ഫസ്റ്റ് ഒരുപാട് ലിക്വിഡിറ്റി ഏരിയ രാവിലെ എടുത്ത്, പക്ഷേ അവിടെ നിന്ന് നമുക്ക് എൻട്രി കിട്ടിയില്ല. ശേഷം ഇവിടെ ചെറിയ ലിക്വിഡിറ്റി ഏരിയ എടുത്ത് ഇവിടെ ഇങ്ങനെ തിരിഞ്ഞടിച്ചപ്പോഴാണ് മേലേക്ക് ഒരു എൻട്രി നോക്കിയത്. അതിൻ്റെ കൂടെ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടി ഞാൻ വെയിറ്റും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഒരു ഹ്യൂജ് മൊമെൻറ്റ് ഇത്രയും വലിയ ഗ്യാപ്പൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മൊമെൻറ്റാണ് രാവിലെ തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റേബിളായിട്ട് മാർക്കറ്റ് ഒന്ന് നമുക്ക് എൻട്രി എടുക്കാനുള്ള ഒരു പാകത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് എൻട്രി ചെയ്താലും ചെറിയ രീതിയിൽ മേലേക്ക് കയറി വരുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് നോക്കാം. 2 ടാർഗറ്റ് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിൽ ഏതെങ്കിലും ഒന്നല്ല ഫസ്റ്റത്തെ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യും. ഫസ്റ്റത്തെ ടാപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര മൊമെൻറ്റത്തിലാണ് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇപ്പോൾ മറ്റേതും ടാപ്പ് ചെയ്യും, രണ്ടാമത്തെ ടാപ്പ് ചെയ്യും. ആ ടൈമിൽ നമുക്ക് അതുകൊണ്ട് എക്സിറ്റ് അടിക്കാം. അല്ലാണ്ടെങ്കിൽ താഴേക്കൊന്ന് SL അടിക്കട്ടെ, അതിൻ്റെ ഇഷ്ടം പോലെ എന്ത് വേണം ചെയ്യട്ടെ. എന്തായാലും ഇനി വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം ഇത് ടാർഗറ്റ് ആണോ SL ആണോ എന്താണെന്നൊക്കെ. ഓക്കെ, നമ്മൾ ആ ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം 2340 നമുക്ക് ഫസ്റ്റ് ട്രേഡിൽ ലോസ് വന്നത്. ഇന്നത്തെ ഫസ്റ്റ് ട്രേഡാണ്. ഓർഡർ പോയിക്കൊരു 11, 13, 11, 19 6 മിനിറ്റ് ഉണ്ടായിരുന്ന ട്രേഡാണ്. 6 മിനിറ്റ് എടുത്ത ട്രേഡ് 94 എൻട്രി 88 ലക്ഷം. കറക്റ്റ് 6 പോയിൻ്റാണ് പോയത്. അപ്പോൾ കറക്റ്റ് 6 പോയിൻ്റ് പോയാൽ 2340 ആയിരിക്കും എനിക്ക് ലോസ് വരിക 390 ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത്. ഓക്കെ, സോ നമ്മളെ ഫസ്റ്റ് ട്രേഡ് അവിടെ കഴിഞ്ഞു. 2 ടാർഗറ്റൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് എടുത്ത ട്രേഡായിരുന്നു. പക്ഷേ താഴേക്ക് വന്നു SL അടിച്ചു. ഇനി ആ SL ടിപ്പിലടിച്ചിട്ട് മേലേക്ക് തന്നെ കയറി വരുന്നുണ്ട്. നമ്മളെ വ്യൂ എന്തായാലും മേലേക്കാണല്ലോ, അപ്പം മേലേക്കാണല്ലോ പോകേണ്ടത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി നല്ലൊരു എൻട്രി അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഇവിടെ നിന്ന് തന്നെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ, ഇവിടെ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. കാരണം എല്ലാ കാര്യങ്ങളും മേലേക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. സോ കോൾ ഓപ്ഷനിൽ നല്ലൊരു എൻട്രി ഇതേ സ്ട്രൈക്കിൽ 750 തന്നെ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ആ മേലെ മാർക്ക് വെച്ച് 2 ടാർഗറ്റ് അടിക്കാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. കിട്ടുകയാണെങ്കിൽ എടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ട. എന്തായാലും നോക്കാം. ഓക്കെ, ലെറ്റസ് വെയിറ്റ് ആൻഡ് വാച്ച്. മാർക്കറ്റ് നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് നമുക്ക് പിന്നെ വേറെ എൻട്രി തന്നില്ല. ഒരു എൻട്രി കൂടെ അവിടെ ആ ഏരിയയിൽ തന്നെ കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്നൊക്കെയുള്ള പ്ലാനിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ വേറെ എൻട്രിയും തരാതെ നേരെ പറന്ന് നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് വരുന്ന മൊമെൻ്റൊക്കെ കണ്ടിട്ട് ഇനി മേലേക്ക് തന്നെ പോയി സെക്കൻഡ് ടാർഗറ്റും ഇപ്പം തന്നെ അടിക്കാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ഏതായാലും നമുക്ക് കാര്യമില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലും നമ്മൾ മാർക്കറ്റിൽ കൂളായിട്ട് തന്നെ ഇരിക്കണം. നമ്മൾ എൻട്രി എടുത്ത് കൊടുത്തുനിന്ന് കുറച്ചൊന്ന് താഴേക്ക് ഇറങ്ങി നമ്മൾ SL അടിച്ചതിന് ശേഷം ഒരു പൊട്ടിക്കോടൊന്ന് താഴേക്ക് ഇറങ്ങി അതേപോലെ മാർക്കറ്റിന് കയറുന്നത്. അതായത് നമ്മളെ വ്യൂവും കാര്യങ്ങളൊക്കെ അത്രയും കറക്റ്റാകുന്ന രീതിയിൽ മാർക്കറ്റ് അതിനനുസരിച്ചിട്ട് തന്നെ മേലേക്ക് കയറി വന്ന്. പക്ഷേ നമ്മൾ SL അത്രയും ചെറുതാണ്, അതുകൊണ്ടായിരിക്കും 6 പോയിൻ്റ് അടിച്ചു തന്ന്. ഇനി ഈ ഒരു ട്രേഡ് ഇങ്ങനെ പോയിൻ്റ് പേരിൽ നാളെ തൊട്ടിട്ട് SL 6 പോയിൻ്റ് മാറ്റിയിട്ട് 8 പോയിൻ്റ് 10 പോയിൻ്റ് ഒന്നും ആക്കാനൊന്നും പോകുന്നില്ല. അതൊക്കെ കുറേ പ്ലാനായിട്ടൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് കൂടെ അടിച്ചിട്ടുണ്ട്, അത് അടിക്കട്ടെ, അതിനനുസരിച്ച് അങ്ങോട്ട് പോട്ടെ. സോ അങ്ങനെ നമ്മുടെ സ്ട്രാറ്റജിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത്രയും ഡീപ്പായിട്ട് നോക്കിയിട്ട് ചെറിയ മൈന്യൂട്ട് ചേഞ്ചസൊക്കെ അങ്ങനെ വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ഏതായാലും നല്ല ഗംഭീരമായിട്ടുള്ള ട്രേഡായിരുന്നു. എടുത്ത് SL ടിപ്പിലടിച്ചിട്ട് ടാർഗറ്റിലേക്ക് വന്ന്. പക്ഷേ സ്റ്റിൽ നമ്മൾ ഇതാണ് കൂൾ ആൻഡ് കാമായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു ട്രേഡ് ഇങ്ങനെ വന്നതിൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ആയിരിക്കും ഏതൊരു ട്രേഡറും.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോങ് ടേമിൽ പിടിച്ചേക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു ട്രേഡ് SL ടിപ്പിൽ അടിച്ച് ടാർഗറ്റിൽ പോകുമ്പോഴേക്കും ആകെ ടെൻഷൻ അടിച്ച് മറ്റായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഇതേപോലെ നേരെ തിരിച്ചും വരാം. നമുക്ക് ചിലപ്പോൾ ടാർഗറ്റ് ടിപ്പിൽ അടിച്ചിട്ട് SLലേക്ക് വരാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഓവർ എക്സൈറ്റഡും ആവാൻ നിൽക്കരുത്. കാരണം ചിലപ്പോൾ തൊട്ടടുത്ത ട്രേഡ് നമ്മൾ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് SLലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഓവർ ടെൻഷനും. അപ്പോൾ അങ്ങനെ ഇമോഷൻസിന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അത് അതിൻ്റെ വഴിക്ക് വേണ്ടി വിട്ടേക്കാം. മാർക്കറ്റ് എങ്ങനെ പോയാലും പ്രശ്നമില്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള എൻട്രി കാര്യങ്ങൾ സ്ട്രാറ്റജി ഫുള്ള് സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് കൂൾ ആൻഡ് കാമായിട്ട് അതങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോകും. അത്രേ ഉള്ളൂ. ഓക്കെ, സോ എനിക്ക് ചെറിയൊരു വയ്യായൊക്കെ ഉണ്ട്. സോ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ഓക്കെ, സോ ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അടുത്തൊരു എൻട്രിക്ക് നോക്കാം. അപ്പോൾ മേലുള്ള ഒരു ലിക്വിഡിറ്റി ഞാൻ ടാപ്പ് ചെയ്ത് ഇവിടുന്ന് താഴേക്ക് ഇട്ടാണെങ്കിൽ നോക്കി നോക്കാം. താഴേക്ക് ഇട്ടാണെങ്കിൽ താഴേക്ക് ഞാൻ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പുട്ട് ഓപ്ഷനിൽ മൊമെൻറ്റം കൂടണം ചെറുതായിട്ട്, കോൾ ഓപ്ഷനിൽ മൊമെൻറ്റം കുറയും വേണം. അങ്ങനെയാണെങ്കിൽ താഴേക്ക് നോക്കുള്ളൂ. അല്ലാണ്ടെങ്കിൽ താഴേക്കുള്ള എൻട്രി അവോയ്ഡ് ചെയ്യും. മേലേക്കുള്ളത് പക്ഷേ ഇപ്പോൾ എടുക്കില്ല. എന്തായാലും മേലേക്ക് എടുക്കണമെങ്കിൽ അത് താഴെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യണം. ഓക്കെ, അതായത് ലിക്വിഡിറ്റി ടാപ്പിങ് ചെയ്യണം, രണ്ടിലുള്ള മൊമെൻറ്റത്തിലും എനിക്ക് ആ ഒരു മൊമെൻറ്റം ഫീൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എടുക്കുള്ളൂ. സോ ഇപ്പോൾ ലിക്വിഡിറ്റീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മേലത്തെ ഒരു ലിക്വിഡിറ്റി ഞാൻ ടാപ്പ് ചെയ്ത് അപ്പോൾ താഴേക്ക് നോക്കണം. പക്ഷേ മൊമെൻറ്റം മേലേക്കാണെങ്കിൽ ആ എൻട്രി എടുക്കില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ താഴെ വന്നിട്ട് താഴത്തെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പം നമുക്ക് വേണമെങ്കിൽ മേലേക്ക് നോക്കാം. കോൾ ഓപ്ഷനിൽ മൊമെൻറ്റ് ഇപ്പോൾ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ മേലേക്ക് ഒരു എൻട്രി നോക്കാം. സോ ലെറ്റസ് വെയിറ്റ് ആൻഡ് വാച്ച്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് മേലേക്ക് എൻട്രി എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഈ പ്രീമിയത്തിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഇവിടുന്ന് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ഈ ഒരു റേഞ്ചിൽ നിന്ന് ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ മേലേക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു ബുള്ളിഷ് മൊമെൻറ്റ് ഒന്നും കൂടെ ഒന്ന് മേലേക്ക് പോകാനുള്ളൊരു ഹൈ പ്രോബിലിറ്റി ഉണ്ട്. പക്ഷേ ഞാനിപ്പം മേലേക്ക് കൺസിഡർ ചെയ്യുന്നില്ല. അതിനുള്ള കാരണം ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വേണം, അതിൻ്റെ കൂടെ മൊമെൻറ്റും വേണം. അത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഞാനൊരു എൻട്രി കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ മേലേക്ക് ഇപ്പം മേലുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ താഴേക്കായിരിക്കും എൻട്രി നോക്കുക. പക്ഷേ മൊമെൻറ്റ് മേലേക്ക് ആയതുകൊണ്ട് താഴേക്ക് എനിക്കിപ്പോൾ എടുക്കാനും പറ്റില്ല. സോ ആ എൻട്രി നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനത്തെ ഒരു എൻട്രി തൽക്കാലം നമുക്ക് കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അവിടുന്ന് മേലേക്കുള്ളൊരു എൻട്രിക്കുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ ഒരു ചോപ്പ് ക്യാൻഡിൽ കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് കുത്തനെ മേലേക്ക് കയറി വരരുത്. 1 2 3 ക്യാൻഡിലായിട്ട് ഹെവി മൊമെൻ്റാണ് അവിടെ നിന്ന് തരുന്നത്. അത്രയും നല്ല രീതിക്ക് മേലെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് വേറെ നിർവാഹമൊന്നുമില്ല. അതൊന്നും നമുക്കുള്ള പോയിൻറ്റ്സ് അല്ല. അങ്ങനാണ്ട് വിചാരിച്ചാൽ മതി. നമ്മളെത്ര പ്ലാനായിട്ട് ഇതാക്കിയിരുന്ന കാര്യമില്ല. നമ്മൾ പ്രോപ്പർ സ്ട്രാറ്റജി പ്രകാരം എടുക്കുമ്പോൾ കിട്ടുന്ന SL ആയാലും കുഴപ്പമില്ല, ടാർഗറ്റ് ആയാലും കുഴപ്പമില്ല. അത് രണ്ടും ഹാപ്പി ആയിട്ട് റിസീവ് ചെയ്യാം. SL ആയാലും ലോസ് ആയാലും കുഴപ്പമില്ല, ടാർഗറ്റ് ആയാലും കുഴപ്പമില്ല. നമ്മൾ സ്ട്രാറ്റജി നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് രണ്ടും നമ്മൾ ഹാപ്പി ആയിട്ട് സ്വീകരിക്കും. നേരെ മറിച്ച് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് മേലെ കയറാൻ ചാൻസ് ഉണ്ട്, അത് അതേമാതിരി മേലെ കയറും ചെയ്ത്. പക്ഷേ അത് നമുക്കുള്ളതല്ല, നമ്മളെ സ്ട്രാറ്റജി പ്രകാരമുള്ള ട്രേഡ് അല്ല അത്. അപ്പോൾ നമ്മളെ സ്ട്രാറ്റജി പ്രകാരം അല്ലാതെ വരുന്ന ടാർഗറ്റ് ആയാലും വേണ്ടിയില്ല, സ്റ്റോപ്പ് ലോസ് ആയാലും വേണ്ടിയില്ല, അത് രണ്ടും നമുക്ക് വേണ്ട ആവശ്യമില്ല. എത്ര വലിയ പ്രോഫിറ്റ് ആയാലും കുഴപ്പമില്ല, ലോസ് ആണെങ്കിലും കുഴപ്പമില്ല, അത് രണ്ടും നമുക്ക് ആവശ്യമില്ല. അതേപോലെ നമ്മൾ സ്ട്രാറ്റജി പ്രകാരമുള്ള SL ആണെങ്കിലും കുഴപ്പമില്ല, ടാർഗറ്റ് ആയാലും കുഴപ്പമില്ല, അത് രണ്ടും നമുക്ക് എടുക്കണം. ഒരു ഇതും ഇല്ലാതെ, ഒരു വിയോജിപ്പും ഇല്ലാതെ അത് നമ്മൾ സ്വീകരിക്കണം. ഓക്കെ, സോ വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മളെ അടുത്തൊരു എൻട്രി വരുന്നുണ്ട്. സമയം കുറച്ച് ആയിട്ടുണ്ട്, 1:30 ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത എൻട്രിക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴാണ് റെഡി ആയി വന്നത്. സോ ഒരു ലിക്വിഡിറ്റി, ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഈ സെയിം സ്ട്രൈക്കിൽ തന്നെയാണ് 25,750 നമ്മൾ നേരത്തെ എടുത്ത മാർക്കറ്റ്, അതേ റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റി ആസ് യൂഷ്വൽ 390 തന്നെ, 6 ലോട്ട്, കവർ ഓർഡർ, SL 6 പോയിൻറ്റ്, മാർക്കറ്റ് ഓർഡർ. ഓക്കെ, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എൻട്രി വരുന്ന സമയത്ത് നമുക്ക് എടുക്കാം. മാർക്കറ്റ് ഒന്നും കൂടെ താഴേക്ക് ഇറങ്ങണം. ഇപ്പോഴും രാവിലത്തെ പോലെ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും ഉള്ളത്. അതായത് പുട്ട് ഓപ്ഷൻ്റെ കോൾ ഓപ്ഷൻ്റെ പ്രീമിയം കമ്പയർ ചെയ്യുന്ന സമയത്ത് കോൾ ഓപ്ഷനിൽ മൊമെൻറ്റും കൂടുതലാണ് പുട്ട് ഓപ്ഷനെക്കാട്ടും. പക്ഷേ കമ്പയർ ചെയ്യാതെ നോർമലായിട്ട് നോക്കുന്ന സമയത്ത് കോൾ ഓപ്ഷന് അത്യാവശ്യം നല്ല രീതിക്കുള്ള DK ഉണ്ട്. എക്സ്പയർഡ് ആയതുകൊണ്ടുള്ള ആ DK നല്ല രീതിക്കുണ്ട്. സോ നമ്മൾ ചാടിക്കേറി ഒരു എൻട്രി എടുക്കുന്നില്ല. കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് താഴേക്ക് വരുന്ന സമയത്തെ നോക്കുന്നുള്ളൂ. ഈ ഒരു ലോ ടാപ്പ് ചെയ്യുമ്പം എൻട്രി വേണ്ട, ഒന്നും കൂടെ ഒന്ന് താഴേക്ക് വരട്ടെ. ആ ഒരു വലിയ വിക്കുള്ള കാൻഡിലിൻ്റെ താഴേക്കും കൂടെ വരട്ടെ, എന്നിട്ട് നമുക്കൊരു എൻട്രി നോക്കാം കോൾ ഓപ്ഷനിലൊക്കെ. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഓവറായിട്ട് പറഞ്ഞു ഇതാക്കില്ലെന്നത് വീഡിയോ ഓൾറെഡി ഒരുപാട് ലെങ്ത്ത് കൂടിയും തോന്നുന്നുണ്ട്. ഞാൻ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻട്രി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.
നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിക്കുള്ള ക്യാൻഡിൽ താഴേക്ക് വന്നിട്ടുണ്ട് മാർക്കറ്റ്. പ്രീമിയം അത്യാവശ്യം നല്ലോണം പ്രീമിയം നല്ലോണം ഇറങ്ങുന്നുണ്ട് മാർക്കറ്റ്. നിഫ്റ്റി അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുള്ളൂ. 1336. ഓക്കെ, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണ്ട. ഇനി നമുക്ക് എൻട്രി എടുക്കാം. നല്ലൊരു പ്രൈസിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ പ്രീമിയം താഴേക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. എന്തായാലും എൻട്രി എടുക്കാം. എല്ലാ കാര്യങ്ങളും സെറ്റ് വെച്ച് എൻട്രി പ്രൈസ് നമുക്ക് കിട്ടിയത് എൻട്രി പ്രൈസ് ഇതിൽ കാണില്ല. ഇതിൽ 2 ഓർഡറും സെയിം സ്ട്രൈക്കിൽ തന്നെ ഉണ്ട്. അതിൽ കാണില്ല. 40.42 40.42 നമുക്ക് എൻട്രി ചെയ്യുന്നത്. 40.4 ഓരോ ഓർഡർ വേറെ വേറെ പ്രൈസിനായിരിക്കും. അതുകൊണ്ടാണ് 40.42 ഒക്കെ വന്നത്. നമുക്ക് 40.45 സെറ്റ് ചെയ്ത് വെക്കാം. അവിടെ നിന്ന് 6 പോയിൻ്റ് SL, 30 പോയിൻ്റ് ടാർഗറ്റ്. 30 പോയിൻ്റ് അല്ല, ഇതിൽ എത്രയാണ് കിട്ടുന്നത് അതിനനുസരിച്ച് എടുക്കാം. ഇതിലിപ്പോൾ ലിക്വിഡിറ്റി ഏരിയ തൊട്ടടുത്ത് തന്നെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. മെയിനായിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയാസ് വേറെ ഒരുപാട് മേലേക്കും ഉണ്ട്. നല്ലൊരു ഏരിയ നോക്കിയിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇത് കയറുന്ന മൊമെൻ്റ് നമുക്ക് ഒന്ന് നോക്കി നോക്കാം, ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം എത്രത്തോളം മൊമെൻ്റത്തിലാണ് വരുന്നത് എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് എക്സിറ്റ് പ്ലാൻ ചെയ്യാം. കാരണം അത്യാവശ്യം നല്ലൊരു ലിക്വിഡിറ്റി ഏരിയയാണ് ടാപ്പ് ചെയ്ത്. ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ലിക്വിഡിറ്റി ഏരിയയാണ് ടാപ്പ് ചെയ്ത്. അതുകൊണ്ട് മൊമെൻ്റ് ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ SL ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിലൊരു 12 പോയിൻ്റൊക്കെ ആയിരിക്കും ഏകദേശം വരിക. 10, 12 ആ റേഞ്ചിലൊക്കെ എത്തുമ്പം SL മറ്റേ അടിക്കാൻ പറ്റും. നമുക്ക് 6 പോയിൻ്റാണ്, 6ൻ്റെ ഇരട്ടി ആയിരിക്കും. ഇതിലിപ്പോൾ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ 44 പോയിൻ്റാണ്. 44 പോയിൻ്റ് ആകുമ്പോൾ 30 കിട്ടുമുള്ള സംശയമാണ്. 30 കിട്ടലുണ്ടാവും. 30 കുറച്ച് കുറവായിരിക്കും വരിക. പെട്ടെന്ന് ഹെവി മൊമെൻ്റത്തിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പം കിട്ടിയ എത്രേ ഉള്ളൂ, അല്ലാണ്ടെങ്കിൽ ആ റേഞ്ചിലൊന്നും കിട്ടില്ല. പിന്നെ അടുത്ത ടാർഗറ്റ് കുറച്ചും കൂടെ മേലേക്കാണുള്ളത്. അത്യാവശ്യം മേലേക്കാണ്. നമുക്ക് എന്തായാലും ഇത് വരുന്ന മൊമെൻ്റ് നോക്കി അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. ഒന്നുകിൽ ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള സെക്കൻഡ് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത്രേ വെയിറ്റ് ചെയ്യുള്ളൂ. അതിലും കൂടുതലായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടാണ് കളിക്കുന്നത്. ഓവറോൾ ഒരു ഡയറക്ഷനിലല്ല ഇന്ന് പോകുന്നത്. ഓപ്പൺ ആയത് ഹെവി ഗ്യാപ്പപ്പിലാണ്. പക്ഷേ അതിന് ശേഷം മേലേക്കും പോകുന്നുണ്ട് താഴേക്കും പോകുന്നുണ്ട്. 2 ഡയറക്ഷനിലും തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സ്കാൽപ്പിംഗ് പോലെ എടുത്ത് തൊട്ടടുത്ത് എത്തുന്ന ലിക്വിഡിറ്റി ഏരിയ എത്തുമ്പോഴേക്ക് തന്നെ എക്സിറ്റ് ചെയ്യാനുള്ള രീതിയിൽ നമുക്ക് പ്ലാൻ ആയിട്ട് ആ രീതിയിൽ എക്സിറ്റ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ബാക്കിയുള്ളതാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻ്റ് വരുന്നുണ്ട്. പ്രീമിയം ഓൾറെഡി 1:5 പകുതി എത്തിയിട്ടുണ്ട്. നമ്മളെ പ്രോഫിറ്റ് എത്രയും 4,000 റുപ്പീസ്. ഒരു SL ഓൾറെഡി ഉണ്ട് 2,000 സംതിങ്. അതിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂടെ കയറിയിട്ട് ഇപ്പോൾ ഓവറോൾ 4,000 എത്തിയിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ്റെ മൊമെൻറ്റം കുഴപ്പമില്ല, വലിയ മൊമെൻ്റൊന്നും ഇല്ല. നേരത്തെ കാലത്തൊക്കെ തന്നെ നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വെച്ച് ഏരിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അടിക്കും തോന്നുന്നുണ്ട്. എന്താ അതടിക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഇത്രയും സ്പീഡിൽ വന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് മേലേക്ക് കയറി സെക്കൻഡ് ടാർഗറ്റ് വരെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതല്ല അവിടുന്ന് അതേമാതിരി തന്നെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാം. അതിൻ്റെ എക്സിറ്റ് സാധനമൊക്കെ ഇവിടെ റെഡി ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എക്സിറ്റ്. അങ്ങനെ എക്സിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു പ്രോഫിറ്റ് കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. അവിടെ ടാപ്പ് ചെയ്ത് താഴേക്ക് വരുമ്പോൾ എക്സിറ്റ് ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല. നമുക്ക് ചെറിയ റിസ്ക് ഒക്കെ നമ്മൾ എടുക്കണമല്ലോ. അപ്പോൾ അവിടെ ടാപ്പ് ചെയ്യുമ്പം നമുക്ക് നോക്കി നോക്കാം. ടാപ്പ് ചെയ്തിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാനുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പം തന്നെ അടിക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. അല്ലാണ്ടെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം ഒരു മൊമെൻ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ മൊമെൻ്റ് നല്ല മൊമെൻ്റ് തന്നെയാണ് ടാപ്പ് ചെയ്ത്. ഇനി കുറച്ചും കൂടെ ഒരു മൊമെൻ്റ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റിൻ്റെ ഒരു ചെറിയൊരു ലിക്വിഡ് അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടാർഗറ്റിൻ്റെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇനി ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിൽ പ്രോഫിറ്റ് പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ 14,000. ഓക്കെ, ഇത് ഒരു ട്രേഡ് SL അടിച്ചിട്ടുള്ളതാണ്. സോ ഈ രണ്ടാമത്തെ ട്രേഡിൽ നമുക്ക് ഏകദേശം ഒരു 16,000 17,000 റുപ്പീസിൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഉണ്ടാവും. നമ്മളൊരു ഹെവി ആയിട്ട് പെട്ടെന്ന് വന്ന ഹെവി മൊമെൻ്റത്തിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്ത്. അതിൻ്റെ കറക്റ്റ് പോയിൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13, 36, 43 അതിൻ്റെ പ്രൈസ് 84.05 84 ഏകദേശം ഇവിടെ തന്നെ. അപ്പോൾ ഒരു 44 പോയിൻറ്റ്സോളാണ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. 1:7, 8 റേഞ്ചിലൊക്കെ ഉണ്ട് ടാർഗറ്റ്. അത്യാവശ്യം ഹെവി ടാർഗറ്റ് തന്നെയാണ്.
ഓവറോൾ മാർക്കറ്റിൽ നോക്കുമ്പോൾ ചെറിയൊരു പോയിന്റ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ 13.36 13.36 13.40 1.36 1.43 എക്സിറ്റ് ചെയ്ത് 4 5 6 7 മിനിറ്റ് ഉണ്ടായിരിക്കും. 7 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. 7 മിനിറ്റ് കൊണ്ട് എത്ര പ്രോഫിറ്റ് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ഫസ്റ്റ് ട്രേഡ് 13 എടുത്ത് 19 6 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ SL ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2,000 രൂപ. അതിനുശേഷം ഏകദേശം അതേ സമയം കൊണ്ട് തന്നെ നമ്മൾ വലിയൊരു പ്രോഫിറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു 17,000 രൂപ രണ്ടാമത്തെ ട്രേഡിൽ മാത്രമേ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇന്നത്തെ സെക്കൻഡ് ട്രേഡും കഴിഞ്ഞു. ഒരു ഹെവി ട്രേഡ് തന്നെയാണ് ഇനി സെക്കൻഡ് ട്രേഡ്. ഇനിയിപ്പോൾ ഇന്ന് നല്ലൊരു ട്രേഡ് ഉണ്ടാവും എന്നുള്ള അറിയില്ല. നിലവിലിപ്പം സമയം 1:45 നിലവിലിപ്പോൾ മാർക്കറ്റ് ഒരു മേലുള്ള ഒരു ലിക്വിഡിറ്റി വരെ ടാപ്പ് ചെയ്ത് നിൽക്കണം. അപ്പോൾ താഴേക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ നോക്കാം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇന്നിപ്പോൾ മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ പോട്ടെ, അതിന് ശേഷം ഇവിടെ തൊട്ടിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ഹയസ്റ്റ് ഓണ്ടുള്ള ഒരു സമയമാണല്ലോ, മാർക്കറ്റ് സ്റ്റേബിൾ അല്ലോ. അതിന് ശേഷം മാർക്കറ്റ് എത്രമാത്രം മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്ന് വേണം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ടൂളുണ്ട്. ഇത് തന്നെ പ്രൈസ് റേഞ്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ തൊട്ടിട്ട് ഈ ഒരു റേഞ്ച് ഇത് പോയിന്റ് നോക്കുകയാണെങ്കിൽ 221 പോയിന്റ് നിഫ്റ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഓവറോൾ മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് താഴെ വരെ വന്ന് പിന്നെ ഒന്ന് മേലെ പോയി, പിന്നെയും താഴെ വന്ന്, പിന്നെ മേലെ പോയി, പിന്നെ താഴെ വന്ന്, പിന്നെ മേലെ പോയി, പിന്നെ താഴെ വന്ന്, പിന്നെ ഒന്ന് മേലെ പോയി, പിന്നെ താഴെ വന്ന്, പിന്നെ അങ്ങനെ ഇത്രയും ഒരു ഹ്യൂജ് മൊമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ട് കളിക്കുന്നുണ്ട്. അതിലിപ്പോൾ നമ്മൾ ക്യാച്ച് ചെയ്ത് എത്രയാണ്, ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെ ഈ ഒരു ചെറിയ പോയിന്റ്, അതിൽ ഇവിടെ കറക്റ്റ് അത് ടിപ്പിൽ തന്നെ നടന്നിട്ടല്ലേ. അപ്പോൾ അതിൽ ഈ ഒരു 71 പോയിന്റ് മാത്രമാണ് നമ്മൾ ഇതിൽ ക്യാച്ച് ചെയ്ത്. മാർക്കറ്റിൽ എത്രമാത്രം മൂവ്മെൻറ്റ് നടന്നു, ഒരുപാട് ഹ്യൂജ് മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിൽ ഈ ഒരു 71 പോയിന്റ് മാത്രമാണ് നമ്മൾ ക്യാച്ച് ചെയ്ത്. അതിലാണ് ഇത് കിട്ടിയത്. പിന്നെ അതിൽ ഫസ്റ്റ് ട്രേഡ് ഉണ്ടായത് 11:13 സോറി ഇതല്ല 11:13 എന്ന് പറയുമ്പം ഏകദേശം 11 ഏകദേശം ഈ ഒരു ടൈമിൽ വരും 11:10. ഇവിടെ നിന്നായിരിക്കും നമ്മളെ ഫസ്റ്റ് എൻട്രി വന്നിട്ട്. ഫസ്റ്റ് എൻട്രി നമ്മൾ നേരത്തെ കണ്ടില്ല, ടിപ്പിൽ SL അടിച്ച് പോയൊരു സാധനമാണ്. അപ്പോൾ അവിടുന്ന് SL അടിച്ചില്ലെന്ന് വെച്ചാൽ അതും നല്ല ഈ നമ്മൾ ഇപ്പോഴത്തെ ട്രേഡ് പോലെ തന്നെ 10-70 പോയിന്റ് ഇങ്ങനെ പോകേണ്ടതാണ്. ഈ മൂവ്മെൻറ്റ് മാതിരി തന്നെ ഇവിടുന്ന് നല്ലൊരു മൂവ്മെൻറ്റ് വരേണ്ടതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് SL അടിച്ചിട്ടാണ് പോയത്. പക്ഷേ നമുക്ക് വിഷയമില്ല, കാര്യമില്ല, അത് വേറെ സൈഡിൽ അപ്പുറത്ത് കിടക്കട്ടെ. അപ്പോൾ എന്തായാലും ഇത്രയും മൂവ്മെൻറ്റ് നടത്തിയ മാർക്കറ്റിൽ നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്ത് അത് ടിപ്പിൽ SL അടിച്ചിട്ട് ഹ്യൂജ് മൂവ്മെൻറ്റ് തന്ന് അടുത്തൊരു ട്രേഡ് എടുത്ത് അത് നല്ല രീതിക്ക് നമുക്ക് പോയിൻറ്റ്സ് തരുകയും ചെയ്ത്. അപ്പോൾ ഈ ഇത്രമാത്രം മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു മാർക്കറ്റിൽ ഈ ചെറിയൊരു പോയിൻ്റ്, ഈ ചെറിയൊരു ഭാഗം മാത്രം മതി നമുക്ക് അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ട് മാർക്കറ്റിൽ സ്റ്റേബിളായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് വെറുതെ മാർക്കറ്റിൽ രാവിലെ തന്നെ വന്ന് ഇവിടുന്ന് ഒരു ട്രേഡ്, ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രേഡ് എടുത്തിട്ട് കണ്ടമാനം ഇത് ഉണ്ടാക്കേണ്ട ആവശ്യം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രമാത്രം മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. പിന്നെ ഇന്നത്തെ ട്രേഡിൽ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ് 11:13 ഞാൻ രാവിലെ മാർക്കറ്റിൽ 9:15 വന്നിരിക്കുന്നുണ്ട്. 9:15 നോക്കിയിട്ട് 11:15 ഫസ്റ്റ് ട്രേഡ് കിട്ടുന്നത്. അത് ഒരു മണിക്കൂർ മാർക്കറ്റിൽ നോക്കിയിരുന്ന് അല്ല 9, 10, 11 2 മണിക്കൂർ മാർക്കറ്റിൽ നോക്കിയിരുന്ന് വെയിറ്റ് ചെയ്ത് ട്രേഡ് എടുക്കാതെ വെയിറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ട്രേഡ് കിട്ടുന്നത്. അങ്ങനെ 2 മണിക്കൂർ നോക്കിയിരുന്നിട്ട് കിട്ടിയതോ SL 11:19 SL ആണ് അടിച്ചത്. ഫസ്റ്റ് ട്രേഡ് അത്രയും നേരം നോക്കിയിരുന്ന SL അടിച്ച്. രണ്ടാമത്തത് വീണ്ടും 11:19 എക്സ്ചേഞ്ച് 12:30 1:30ക്കാണ് അടുത്ത ട്രേഡ് വരുന്നത്. വീണ്ടും 2 മണിക്കൂറോളം മാർക്കറ്റിൽ ഇങ്ങനെ നോക്കിയിരുന്നിട്ടാണ് ആ സമയത്തൊക്കെ ഒരുപാട് മൂവ്മെൻറ്റ് അങ്ങോട്ട് കാണുന്നുണ്ട്. അതൊന്നും നമ്മൾ വിഷയമാക്കാതെ നല്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നതുകൊണ്ടാണ് അടുത്ത നല്ല ട്രേഡ് വന്നപ്പോൾ എടുക്കാൻ പറ്റുക, അതിനകത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് നേരെ മറിച്ച് ഞാൻ ആ ഹ്യൂജ് മൊമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത് ചാടി കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് SL അടിച്ചെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഫിറ്റ് വന്നാൽ ഈ ഒരു പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്താൽ പോലും എനിക്ക് ഇത്ര ഉണ്ടാവില്ല. ഈ 14,000 ഒരു 5,000 10,000 ഒക്കെ ലോസ് ആയിട്ട് ഞാൻ പോക്കിയിട്ടുണ്ടാവും വേറെ ഏതെങ്കിലുമൊക്കെ ട്രേഡ് ചെയ്തിട്ട്. സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം വരുന്ന ട്രേഡ് മാത്രം എടുക്കുക. അതിൻ്റെ അത് ചെറിയ മൂവ്മെൻറ്റ് അത് മതി നമുക്ക് ഓവറോൾ പ്രോഫിറ്റബിൾ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഈ മാർക്കറ്റിലുള്ള എല്ലാ മൂവ്മെൻറ്റും നമുക്കുള്ള മൂവ്മെൻറ്റ്സ് അല്ല. അതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ഹാപ്പി ആയിട്ട് പോകാം. SL ആയാലും കുഴപ്പമില്ല, ടാർഗറ്റ് ആയാലും കുഴപ്പമില്ല, നമുക്കുള്ളത് കറക്റ്റായിട്ട് എടുക്കുക, ഹാപ്പി ആയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ സമയം 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. സോ വേറെ ട്രേഡൊന്നും ഇല്ല. ഇനി നേരത്തെ അടുത്ത 2 ട്രേഡ് തന്നെ ഉള്ളൂ. 14,600 ഓവറോൾ പ്രോഫിറ്റുള്ള ഓർഡർ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞാണല്ലോ. ഓക്കെ,
അപ്പോൾ അതിൽ രണ്ടാമത്തെ ട്രേഡിൻ്റെ എക്സിറ്റും ഏകദേശം കറക്റ്റ് ചെയ്യുന്ന തന്നെയാണ്. ഇനി അത് എക്സിറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് കുത്തുന്ന താഴേക്കാണെന്ന് അത് ഞാൻ ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് നമ്മൾ ഈ ടാർഗറ്റ് അടിച്ച സമയത്ത് ഒരു ലിക്വിഡിറ്റി ഏരിയ മേലെ ടാപ്പ് ചെയ്തതാണ്. സോ വേണമെങ്കിൽ താഴേക്ക് ഒരു എൻട്രി നോക്കാം. പക്ഷേ ഞാൻ അവിടെ നിന്ന് നോക്കിയില്ല. അവിടെ നിന്ന് എൻട്രി വന്നിട്ടുണ്ടോ എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാമായിരുന്നു, വന്നിട്ടില്ല എന്ന് തോന്നുന്നത്. ഞാൻ ഡീറ്റെയിൽസ് നോക്കിയില്ല എന്തായാലും. ഓക്കെ, സോ നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യം നല്ല വൃത്തിക്ക് നിന്ന് കിട്ടിയല്ലോ. പിന്നെ ഈ എൻട്രി നല്ല കിടിലൻ എൻട്രിയാണ്. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടൊരു എൻട്രിയാണ് ഈ എൻട്രി. കാരണം ഇതിൽ നമ്മൾ ഈ ഒരു റേഞ്ചിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് ബാക്കോട്ട് അടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഒരു ഏരിയ എത്തിയപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് എൻട്രി എടുക്കാണ്ട് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് എൻട്രി എടുക്കുന്നത്. അത് ഈ ടിപ്പിൽ നിന്നാണ് എൻട്രി കിട്ടിയത് നമുക്ക്. അത് ഇവിടെ നിന്നൊന്നും പ്രോപ്പർ എൻട്രി വരാത്തതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ മാർക്കറ്റ് കുറച്ച് നേരം കൂടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മൊമെൻറ്റോ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ട്. എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ നോക്കിയാലേ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി എടുത്ത് അത് എസ് എൽ അടിച്ചതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് ഒരു എൻട്രി എടുത്തിട്ടാണ് ടാർഗറ്റ് അടിച്ചത്. സോ ഇന്നും ചിലപ്പോൾ അങ്ങനെ തന്നെ ആവാനാണ് അതിന് ചാൻസ്. ഇവിടുന്ന് ഇന്ന് ഫസ്റ്റ് ഒരു എൻട്രി എടുത്ത് കുറേ മുന്നെടുത്താണ്. അതിന് ശേഷം ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ട് അത് എസ് എൽ അടിച്ചിട്ട് വീണ്ടും ഇവിടുന്ന് എൻട്രി എടുത്തിട്ട് ടാർഗറ്റ് അടിക്കാനാണ് ഇനി പ്രോബിലിറ്റി ഉണ്ടായത്. പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് എൻട്രി പോസിബിലിറ്റി തരാതെ വീണ്ടും താഴേക്ക് വന്നിട്ട് ഇവിടുന്നാണ് കറക്റ്റായിട്ട് തന്നത്. അതുകൊണ്ട് കറക്റ്റ് ടിപ്പിൽ നിന്നാണ് എൻട്രി ഇട്ടത്. ഇവിടെ നിന്ന് എൻട്രി എടുക്കാതെ വന്ന് ഇവിടെ നിന്നൊക്കെ എടുത്താൽ 6 പോയിൻ്റ് എന്തായാലും എസ് എൽ അടിക്കുക. കാരണം 6 പോയിൻ്റ് ആകുന്ന അകത്തരല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നൊന്നും കിട്ടാതെ ഇവിടെ വന്നിട്ട് ടിപ്പ് എൻട്രി കിട്ടുകയും ചെയ്ത് അവിടെ നിന്ന് നല്ലൊരു മൗൻറ്റം കിട്ടുകയും ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രേഡാണ് ഇനി. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടൊരു ട്രേഡാണ് ഇത്. എന്താ അറിയില്ല എന്തോ. ഓക്കെ, സോ ഇന്നത്തെ ട്രേഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു മൊമെൻറ്റ്, ചെറിയ ഒരു കൺസോളിഡേറ്റീവ് മാർക്കറ്റ് മാതിരി തോന്നുന്നത്. പക്ഷേ കൺസോളിഡേറ്റീവ് മാർക്കറ്റ് അല്ല, അത്യാവശ്യം ഹ്യൂജ് മൊമെൻറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഡെയിലി ക്യാൻഡിൽ ഇട്ട് നോക്കിയാൽ മനസ്സിലാവും. ഡെയിലി സാധാരണ മാർക്കറ്റിൽ നടക്കുന്ന മൂവ്മെൻറ്റും കാര്യങ്ങളും ഇന്ന് നടന്ന മൂവ്മെൻറ്റും ഇന്ന് മാത്രമല്ല ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ 2-3 ദിവസമായിട്ടൊക്കെ മാർക്കറ്റിൽ ഭയങ്കര വോളറ്റിലിറ്റി, ബഡ്ജറ്റും പിന്നെ ട്രംപ് മറ്റേ ട്രേഡ് എന്തോ കരാറും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. അതും അങ്ങനെ എല്ലാം കൂടെ ഭയങ്കര മൂവ്മെൻറ്റും വോളറ്റിലിറ്റിയൊക്കെ ഉള്ള മാർക്കറ്റാണ്. നല്ല ലോസ് വരാനും നല്ല പ്രോഫിറ്റ് കിട്ടാനും രണ്ടിനും ചാൻസ് ഉണ്ട്. നമുക്ക് ഏതായാലും 2-3 ദിവസമായിട്ട് നല്ല പ്രോഫിറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. മാർക്കറ്റ് ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോട്ടെ, ഞാനും ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോട്ടെ. പിന്നെ ഇതൊക്കെ ഇന്നലെ ഞാൻ ട്രേഡ് എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത് കുറച്ച് സ്റ്റോക്കാണ്. ഇനി അത് ഇന്നലത്തെ വീഡിയോയിൽ അതും ഞാൻ കാണിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ കുറച്ച് സ്റ്റോക്കിലും പിന്നെ ഗോൾഡ് സിൽവറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സംഭവം ചെറിയ പ്രൈസിനുള്ള ഒരു എക്സ്പെരിമെൻ്റൽ സംഭവമാണ്. അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റിൽ കയറിയിട്ടുണ്ട്. എല്ലാം പച്ചയാണ്, മൊത്തത്തിൽ പച്ചയാണ്. കറക്റ്റ് ഇന്നലെയാണ് ഞാൻ ട്രേഡ് എടുത്ത്. ഏത് നോക്കിയാലും മേലേക്ക് കയറുകയാണ് ചെയ്തത്. ഓക്കെ, സോ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.